എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിറ്റി vs റയൽ മാഡ്രിഡ് മത്സരത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു മത്സരത്തിൽ ആ ഒരു ഫസ്റ്റ് ലെഗ് അവസാനിച്ചപ്പോൾ 1-2-3 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് ഒരു ഗോളിന്റെ ലീഡോട് കൂടി അവസാനിച്ച മത്സരമാണ്. ആ ഒരു മത്സരത്തിന്റെ സെക്കൻഡ് ലെഗിൽ 3-1 എന്നുള്ള സ്കോറിനാണ് റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ അഗ്രിഗേറ്റ് വരുമ്പോൾ 6-3 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് ആണ് റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. സിറ്റി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഒഫീഷ്യലായി കണ്ട് തന്നെ പുറത്തു പോയിട്ടുണ്ട്. അതിൽ ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിക്ക് ആ ഒരു ഗോളിന്റെ ലീഡ് മറികടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡ്രോ പിടിക്കാൻ ഒരു ഗോൾ നേടണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളിയിലേക്ക് വരാനുള്ള ടൈം കൂടി കൊടുത്തില്ല എന്നുള്ളതാണ് റയൽ മാഡ്രിഡ്. ഈ ഒരു അസൻസിയോ എന്ന് പറയുന്ന ഒരു സെന്റർ ബാക്ക് യങ്സ്റ്റർ നല്ല രീതിയിൽ ലോങ് ബോൾ എംബാപ്പയിലേക്ക് കൊടുക്കുകയാണ്. ആ ഒരു ബോള് റൂബൻ ഡിയാസ് ഇതാക്കാതെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും അത് പരാജയപ്പെടുകയാണ്. അങ്ങനെ എംബാപ്പ നല്ല രീതിയിൽ തന്നെ ആ ഒരു ബോൾ ഫിനിഷ് ചെയ്യുക. അങ്ങനെ സിറ്റിന്റെ ആ ഒരു ഹോപ്പ് അവിടെ അവസാനിപ്പിക്കുന്ന മട്ടത്തിലായിരുന്നു ആ ഒരു ഇതുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ എംബാപ്പ വീണ്ടും ഒരു ഗോൾ കൂടി അടിച്ചുകൊണ്ട് 2-0 എന്നുള്ള സ്കോറിനാണ് സെക്കൻഡ് ഹാഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എംബാപ്പന്റെ ഹാട്രിക് ഏകദേശം എല്ലാവരും ഉറപ്പിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ലാസ്റ്റ് ഗോളും എംബാപ്പയെ അടിക്കുകയാണ്. മൂന്നെണ്ണത്തിന് സ്കോർ ചെയ്ത് നിൽക്കുകയാണ് റയൽ മാഡ്രിഡ്. അങ്ങനെ ഈ ഒരു കളിന്റെ എൻഡിലാണ് ആ ഒരു സിറ്റിന്റെ ഒരു ഗോൾ വരുന്നത്. ഈ ഒരു കളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിക്ക് കാര്യമായിട്ട് എന്തും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനിങ്ങിന്റെ പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യുക പല ആൾക്കാർക്കും. എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം എംബാപ്പന്റെ മൂന്നാമത്തെ ഗോളൊക്കെ കണ്ടാൽ അറിയാം എത്രത്തോളം നേരം എംബാപ്പ അവിടെ വെയിറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോഴൊന്നും ആരും എംബാപ്പനെ ആരും ഒരു മാർക്കിന് പോലും ഇല്ല. അങ്ങനത്തെ ഒരു ഇതാണ് ആ ഒരു ദുരന്തം സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഇതായിരുന്നു എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർക്ക് ഇത് കാട്ടാൻ കഴിയില്ല. കാരണം ഫസ്റ്റിൽ തന്നെ ഇത്രയും ഇതിൽ നിൽക്കുമ്പോൾ ഫസ്റ്റിൽ തന്നെ പോയാണ്ട് റയൽ മാഡ്രിഡ് സ്കോർ ചെയ്തു. അങ്ങനെ സിറ്റി ഓൾറെഡി അപ്പോൾ UCL പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ മുന്നിൽ ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഓഫ് 16 റയൽ മാഡ്രിഡിന്റെ ഓപ്പണൻസ് ആരാവും എന്നുള്ളതാവും. അപ്പോൾ ഈ 2 ടീമാണ് അതിലുള്ളത്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ലെവർകൂസൻ. ഇപ്പോൾ ബയണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ 2 ടീമിൽ ഒന്നിനെ കിട്ടാൻ പോകുക. അപ്പോൾ ഈ ഒരു ഇതിൽ ഒന്നല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ലെവർകൂസനെ കിട്ടുക. 2 ടീമും രണ്ട് രീതി എങ്ങനെ എടുത്ത് നോക്കാണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട നമ്മുടെ തലയിൽ തന്നെ വരും എന്ന് പറയുന്നവർക്ക് ആരെ കിട്ടിയാലും കൈ നീട്ടി സ്വീകരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ടീമിൽ എനിക്ക് ഒന്നും പാടെ കിട്ടാൻ താല്പര്യം എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ കിട്ടിയാൽ ഓക്കെയാണ്. പക്ഷേ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ റൗണ്ട് ഓഫ് 16ന്റെ ആ ഒരു പ്രഡിക്ഷൻ പറയാം. നാളെ ആയിരിക്കും ആ ഡ്രോ നടക്കുക. അതായത് വെള്ളിയാഴ്ച രാത്രിയാണ് ആ ഡ്രോ നടക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാറുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ സിറ്റിക്ക് ഈ ഒരു സീസണിൽ വേറെ ഏതെങ്കിലും ട്രോഫി നേടാൻ കഴിയുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.